നമസ്കാരം രമ്യാസ് മാത്സ് കോർണറിലേക്ക് ഏവർക്കും സ്വാഗതം. റാഷണൽ നമ്പേഴ്സ് ആൻഡ് ദെയർ ഡെസിമൽ എക്സ്പാൻഷൻ ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഏതൊരു റാഷണൽ നമ്പറിനും p/q ഫോമിൽ എഴുതാൻ പറ്റുമെന്നും ആ ഡിനോമിനേറ്ററിൽ വരുന്ന q ഏത് ഫോമിലായിരിക്കും 2n × 5m ഫോമിലാണ് എങ്കിൽ ആ റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഡിനോമിനേറ്റർ 2n × 5m ഫോമിലല്ല എങ്കിൽ ആ റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ആ തിയറം പഠിച്ചത്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന എക്സസൈസ് ആണ്. എക്സസൈസ് 1.4 വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, വിതൗട്ട് ആക്ച്വലി പെർഫോമിംഗ് ദ ലോങ് ഡിവിഷൻ സ്റ്റേറ്റ് വെദർ the following rational numbers will have a terminating decimal expansion or a non-terminating repeating decimal expansion. Without performing actual division, without performing the long division, state whether the following rational numbers have a terminating or a non-terminating repeating decimal expansion. ഇപ്പം നമ്മൾ എന്ത് ചെയ്യുക, ലോങ് ഡിവിഷൻ മെത്തേഡ് ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്ത് നോക്കാണ്ട് തന്നെ എന്ത് പറയുക, ഈ തന്നിരിക്കുന്നത് റാഷണൽ നമ്പേഴ്സ് ആണ്, ഈ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കുമോ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കുമോ നോക്കുക. നമുക്കറിയാം ഡിനോമിനേറ്റർ ഏത് ഫോമിലാണെന്ന് ചെക്ക് ചെയ്യാൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഏതാണ്? 2n × 5m ഫോം. ഒന്നുകിൽ 2ൻ്റെ പവേഴ്സ് മാത്രം വരിക, അല്ലെങ്കിൽ 5ൻ്റെ പവേഴ്സ് മാത്രം വരിക, ഓർ അതർവൈസ് 2n × 5m ഫോമിൽ വരിക. ഓക്കെ, ഇതിപ്പോൾ നോക്കാമല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തരുന്നത് 13 ഡിവൈഡഡ് ബൈ 3125 ആണ്. 13 ഡിവൈഡഡ് ബൈ 3125 ആണ്. അപ്പോൾ ഇത് p/q ഫോമിലാണ്. നമുക്ക് ഏത് രീതിയിലോട്ട് മാറ്റണം? p/q വേർ p ആൻഡ് q ആ പ്രൈംസ് ഫോമിൽ മാറ്റി കഴിഞ്ഞാൽ ഈ 3125ൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ ഫാക്ടേഴ്സ് 2ൻ്റെയും 5ൻ്റെയും പവേഴ്സ് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുമെന്ന്. ഇതിനകത്ത് വേറെ ഏതെങ്കിലും ഒരു നമ്പർ കൂടി ഉണ്ടെങ്കിൽ എന്താണ്, അതായത് 13നുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോകുന്നത്, 13 ഇവിടെ വന്നാൽ ക്യാൻസൽ ചെയ്ത് പൊക്കോളും. 13 അല്ലാണ്ട് വേറെ ഏതെങ്കിലും നമ്പറും കൂടി ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഡെസിമൽ എക്സ്പാൻഷൻ എന്ത് ചെയ്യത്തില്ല, ടെർമിനേറ്റ് ചെയ്യാത്തതായിരിക്കും, ബട്ട് റിപ്പീറ്റിംഗ് ആയിരിക്കും. നോക്കാമല്ലോ, 3125ൻ്റെ എന്താണ് ഫാക്ടേഴ്സ് നോക്കിയിട്ടുണ്ട്, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ടുണ്ട്. 1 2 3 4 5 5^5 ആണ് 3125 എന്ന് പറയുന്നത്. 5^5 ക്യാൻസൽ ചെയ്ത് പോകത്തില്ല, 13 പ്രൈം ആണ്. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററിൽ 5 എന്ത് വന്നു, 5 വന്നു. ഏത് ഫോമിലാണ്? 2^0 × 5^5 ഫോം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ത് ചെയ്യുന്നതാണ്? ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 17 ഡിവൈഡഡ് ബൈ 8. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം 17ഉം 8ഉം എന്ത് നമ്പേഴ്സാണ്? കോപ്രൈം നമ്പേഴ്സാണ്. ഇനി 8ൻ്റെ ഫാക്ടേഴ്സ് കൂടെ നോക്കിയാൽ മതി. 8ൻ്റെ ഫാക്ടേഴ്സ് ആര് മാത്രമേ വരത്തുള്ളൂ? 2 മാത്രമേ വരത്തുള്ളൂ അല്ലേ. 2^3 ആണ് 8നെ മാറ്റുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ 2ൻ്റെ പവറാണ്. ഏത് ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം? 2^3 × 5^0 ഫോം. അപ്പോൾ എന്തായി, ഈ നമ്പറും എന്ത് ചെയ്യുന്നതാണ്? ടെർമിനേറ്റ് ചെയ്യുന്ന ഒരു ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും ഈ ഫ്രാക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ, ഈ റാഷണൽ നമ്പർ ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് കിട്ടുന്നത്. ദെൻ 64 ഡിവൈഡഡ് ബൈ 4555 ആണ് വരുന്നത്. ഓക്കെ, 64 നമുക്കറിയാം എന്താണ്. 64 ഈസ് ഈക്വൽ ടു, ഇതിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, അറിയാൻ വയ്യാത്തവർ അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 2 3 4 5 6 2^6 ആണ് 64 ആയിട്ട് വരുന്നത്. 2^6. ദെൻ 455ൻ്റെ എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇവിടെ നോക്കിക്കേ, 5 × 7 × 13 വരുന്നുണ്ട്. 5 × 7 × 13 ആണ് ആര് വരുന്നത്? നമ്മുടെ 455 വരുന്നത്. ക്യാൻസൽ ചെയ്ത് പോകാനായിട്ട് ഒന്നുമില്ല, കോപ്രൈംസ് ആണ്. അപ്പോൾ എന്താണ് നോക്കേണ്ടത്? 5 ഉണ്ട്, 2 ഇല്ല, അത് സാരമില്ല. പക്ഷെ ആരൊക്കെ വരുന്നുണ്ട്? 7ഉം 13ഉം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അല്ലെ. എക്സ്ട്രാ മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഏത് ഫോം അല്ല? 2n × 5m ഫോം അല്ല. അപ്പോൾ ഇത് ടെർമിനേറ്റ് ചെയ്യത്തില്ല, നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ 15 ഡിവൈഡഡ് ബൈ 1600 ആണ്. നമുക്ക് നോക്കുമ്പോഴേ അറിയാം എന്താണ്, 5 ഫാക്ടറായിട്ട് വരുന്നുണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ എന്തല്ല ഇത്? കോപ്രൈംസ് നമ്പേഴ്സ് അല്ല. ഓക്കെ, അപ്പോൾ 15നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 5 ആയിട്ട് എഴുതാം. ഇനി 16 എന്താണ്? 16 × 100 ആണല്ലോ ഇത് അല്ലേ. 16 × 100 ആണ് എത്ര വരുന്നത്? 1600 വരുന്നത്. 16നെ നമുക്ക് എങ്ങനെ എഴുതാം?
2 into 2 into 2 into 2, that is 2 raised to 4 ആണ് 16. അപ്പോൾ ഇവിടെ 16 പകരം എത്ര കൊടുക്കാം? 2 raised to 4 കൊടുക്കാം. 100 എന്ന് പറഞ്ഞാൽ ആരുടെ സ്ക്വയർ ആണ്? 10 സ്ക്വയർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. 10 സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഫോം അല്ലേ? 2 സ്ക്വയർ ഇൻറ്റു 5 സ്ക്വയർ ഫോം. ഒരു 5 കോമൺ ആയിട്ട് വരുന്നുണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. അത് ഇവിടെ വെച്ച് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് എന്താണ് സ്മോളസ്റ്റ് ഫോമിൽ ആക്കിയിട്ട് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. എന്താണ് നമ്പേഴ്സിനെ സ്മോളസ്റ്റ് ഫ്രാക്ഷനിലോട്ട് മാറ്റിയതിന് ശേഷം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ 5 പോയി കഴിഞ്ഞാൽ എന്ത് വരും? 3 വരും. പിന്നെ എന്താ വരുന്നത്? 2 raised to 6 ഉണ്ട്, ഒരു 5 ഉണ്ട്. ദാറ്റ് ഈസ് 2 raised to m ഇൻറ്റു 5 raised to n ഫോം തന്നെയാണ് ഇവിടെ 2 raised to n ഇൻറ്റു 5 raised to m ഫോം തന്നെയാണ് ഡിനോമിനേറ്റർ വരുന്നത്. അപ്പോൾ ഈ ഡെസിമൽ എക്സ്പാൻഷൻ എന്ത് ചെയ്യുന്നതാണ്? ടെർമിനേറ്റ് ചെയ്യുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയതിൽ ഒരാൾ മാത്രമേ ഉള്ളൂ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്നത്. ബാക്കി 3 ആൾക്കാരും എന്ത് തന്നെയാണ്? ടെർമിനേറ്റ് ചെയ്യുന്ന ഡെസിമൽ എക്സ്പാൻഷനോട് കൂടിയതാണ്. ഇനി നമുക്ക് 5ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. 29/343. 29/343. അപ്പോൾ അതിൽ നോക്കേണ്ട ആളിന് ആര് മാത്രമേ ഉള്ളൂ? നമ്മുടെ 343 നോക്കണം. 343യും അതിനകത്ത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരൊക്കെ ഇല്ല ഫാക്ടേഴ്സ്? 2 ഇല്ല, ഈവൻ നമ്പർ അല്ല, 2 ഫാക്ടറായിട്ടില്ല. ഇനി 5 ഉണ്ടോ ഫാക്ടറായിട്ട്? ഇല്ല, 5ഉം ഫാക്ടറായിട്ടില്ല. അപ്പോൾ പിന്നെ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കണോ? വേണ്ട. നമുക്ക് തീർച്ചയായിട്ടും പറയാം 2 raised to n ഇൻറ്റു 5 raised to m ഫോമിലല്ല വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും അല്ലേ? 2 ഫാക്ടറായിട്ടും ഇല്ല. 343ക്ക് 2ഉം 5ഉം ഫാക്ടറായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. ഇനി 6th ക്വസ്റ്റ്യൻ. 23 divided by 2 raised to 3 into 5 raised to 2 തന്നിട്ടുണ്ട്. ഡിനോമിനേറ്റർ ഏത് ഫോമിലാണ്? 2 raised to 3 into 5 raised to 2 ഫോം. അതുകൊണ്ട് എന്തായിരിക്കും ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി മുകളിൽ ആരെങ്കിലും ഉണ്ട് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാലും ഏത് ഫോം തന്നെയാണ് വരുന്നത്? 2 raised to n into 5 raised to m ഫോം തന്നെയാണ്. വേറെ ആരെങ്കിലും അഡീഷണൽ ആയിട്ട് വരുമോ ഡിനോമിനേറ്ററിൽ? ഇല്ല. അതുകൊണ്ട് ടെർമിനേറ്റിംഗ് ഡെസിമൽ എക്സ്പാൻഷൻ. ഇവിടെ നോക്കിക്കേ, ഇവിടെയും ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? 2 raised to 2 into 5 raised to 7 into 7 raised to 5 ആണ്. ന്യൂമറേറ്ററിൽ 129 ആണ് വരുന്നത്. അപ്പോൾ 2 raised to 2 into 5 raised to 7 ഓക്കെ ആണ്. പക്ഷേ ഇവിടെ എന്തുണ്ട്? 7 raised to 5 വരുന്നുണ്ട്. ആ 7 raised to 5 മുകളിലത്തെ നമ്പറുമായിട്ട് ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ടെർമിനേറ്റിംഗ് ആണെന്ന് പറയാം. പക്ഷേ അത് പോയില്ല എങ്കിൽ എന്തായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്? 129 ഒന്ന് ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. എന്താ വരുന്നത്? 3 into 43 ആണ് വരുന്നത്. 7ഉമായിട്ട് കട്ട് ചെയ്ത് പോയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യത്തില്ല? ഇതിനെ ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാലും ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ ആരൊക്കെ ഉണ്ടാവും? 2 raised to 2 into 5 raised to 7 into 7 raised to 5 അതുപോലെ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 6/15. ഇപ്പോൾ തന്നെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കുഞ്ഞാക്കാമല്ലോ അല്ലേ? എത്ര കൊണ്ടാണ് ക്യാൻസൽ ചെയ്യുന്നത്? 3 കൊണ്ട് ക്യാൻസൽ ചെയ്ത് പോവും. 3 2s are 6. ദെൻ എന്താണ്? 5 3s are 15. 2/5. ഡിനോമിനേറ്റർ എന്ത് ഫോമാണ്? 5 raised to 1. ദാറ്റ് മീൻസ് 2 raised to 0 into 5 raised to 1 ഫോം. അപ്പോൾ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എങ്ങനെയായിരിക്കും? ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് 9th one. 35 divided by 15. സ്മോളസ്റ്റ് ഫ്രാക്ഷൻ ആക്കി നോക്കാമല്ലോ. ഡിനോമിനേറ്ററിൽ എന്തൊക്കെയാണ് ഉള്ളത്? ആദ്യം ഡിനോമിനേറ്റർ നമുക്ക് നോക്കാം. ഡിനോമിനേറ്ററിനകത്ത് 2ഉം 5ഉം മാത്രമേ ഉള്ളതെങ്കിൽ നമുക്ക് പിന്നീട് എന്ത് ചെയ്യണ്ട? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ പോകേണ്ട ന്യൂമറേറ്ററിനെ. അപ്പോൾ ഇവിടെ ആരൊക്കെയുള്ളത്? 50ക്കകത്ത് ആരൊക്കെയുണ്ട്? 5 into 10. ദാറ്റ് ഈസ് 5 into 50 നമുക്ക് എങ്ങനെ എഴുതാം? 5 into 10 അല്ലേ? 5 into 10ന് നമുക്ക് എങ്ങനെ എഴുതാം? 2 into 5. ദാറ്റ് ഈസ് 2 into 5 സ്ക്വയർ ആണ് നമ്മുടെ 50. 2 into 25. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത്? 35 divided by 2 into 5 സ്ക്വയർ. 5 ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് പോവും. ഓക്കെ, പോയിക്കോട്ടെ. പക്ഷേ ഡിനോമിനേറ്റർ എന്ത് ഫോം തന്നെ ആയിരിക്കും? 2ഉം 5ഉം മാത്രമേ ഡിനോമിനേറ്ററിൽ വരത്തുള്ളൂ. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ? ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷനും ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. 77 divided by 210. 77 divided by 210. കോമൺ ഫാക്ടർ ഉണ്ട് അല്ലേ? അപ്പോൾ 7 വെച്ചിട്ട് കട്ട് ചെയ്യാമല്ലോ. അപ്പോൾ 7 വെച്ചിട്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 7 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 11 വരും. ഇവിടെ വരുമ്പോഴോ 7 3s are 21. 11/30. അപ്പോൾ 30 എന്ന് ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാൽ 30ക്കകത്ത് ആരാ വരുന്നത്? 6 5s are 35. 6നെ മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ വരും? 2 3s are 6. അപ്പോൾ 2 into 3 into 5. ദാറ്റ് മീൻസ് ഇങ്ങനെയാണ് വരുന്നത്. 2 into 3. 2 3s are 6. 6 5s are 30. ഇപ്പോൾ ഫാക്ടേഴ്സ് ആരൊക്കെ വരും? 30യുടെ
2 3 5 അല്ലേ, 2ഉം 5ഉം അല്ലേ നമുക്ക് നോക്കുന്നത്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് ആര് വന്നിട്ടുണ്ട്? 3 കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് എന്താണ്? റിപ്പീറ്റിംഗ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടറൈസേഷൻ നോക്കുക. ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സ് 2 5. ഇത് കൂടാണ്ട് വേറെ ഏതെങ്കിലും നമ്പർ കൂടി വരികയാണ് എങ്കിൽ ന്യൂമറേറ്ററുമായിട്ട് നോക്കുക. ഈ നമ്പർ ക്യാൻസൽ ചെയ്ത് പോകുമോ ഇല്ലയോ നോക്കുക. ക്യാൻസൽ ചെയ്ത് പോയിട്ടില്ല, അവിടെ തന്നെ കിടക്കുമെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോൺ ടെർമിനേറ്റിംഗ് റിപ്പീറ്റിംഗ് ആയിരിക്കും എന്ന് പറയാം. അഥവാ വരുന്ന നമ്പർ ക്യാൻസൽ ചെയ്ത് പോകുമെങ്കിൽ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ടെർമിനേറ്റ് ചെയ്യുന്നതായിരിക്കും എന്നും ഉറപ്പിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് കുറച്ച് നമ്പേഴ്സ് ടെർമിനേറ്റ് ചെയ്യുന്ന ഡെസിമൽ എക്സ്പാൻഷനോട് കൂടിയ റാഷണൽ നമ്പേഴ്സ് ആണെന്ന് കിട്ടിയല്ലോ. ആ റാഷണൽ നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. നോക്കാം നമുക്ക്. Write down the decimal expansions of those rational numbers in the question 1 above which have terminating decimal expansion. അപ്പോൾ നേരത്തെയുള്ള ക്വസ്റ്റ്യൻ നമ്പർ 1-നകത്ത് ടെർമിനേറ്റ് ചെയ്യുന്ന ഡെസിമൽ എക്സ്പാൻഷനോട് കൂടിയ റാഷണൽ നമ്പേഴ്സിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ. നേരത്തെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് ഏതാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്, ഏതിനാണ് നോൺ ടെർമിനേറ്റിംഗ് ആയിട്ടുള്ളതെന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഈ ക്വസ്റ്റ്യനിൽ ആ എക്സ്പാൻഷൻ അവിടെ എഴുതുക. ഓക്കെ, നമുക്കവിടെ കിട്ടിയത് 13/3125, 17/8, 15/1600, 23 divided by 3 cube into 5 square, then fifth one 6/15 and last one 35/50. ഇത്രയും എന്താണ് റാഷണൽസിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ ആണ് ടെർമിനേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 13 divided by 3125 ആണ്. അപ്പോൾ അവിടെ വെച്ച് തന്നെ നമ്മൾ 3125നെ ഫാക്ടറൈസേഷൻ ചെയ്തു. നമുക്ക് എത്രയാണ് കിട്ടിയത്? 3125 മീൻസ് 5/5 ആണെന്ന് മനസ്സിലാക്കി നമ്മൾ. അപ്പോൾ എന്താണ്? 13/5/5 ഈ ഫോമിലാണ് ഈ നമ്പർ വരുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇതിനെ ഒന്ന് ഫാക്ടറൈസേഷൻ ചെയ്ത് പ്രൈം ഫാക്ടേഴ്സ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ റാഷണൽ എന്താണ് ഡെസിമൽ എക്സ്പാൻഷൻ കണ്ടുപിടിക്കുക. എങ്ങനെ കണ്ടുപിടിക്കും? 13നെ 2/5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയോ? അതിനേക്കാളും എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. എങ്ങനെയാണ്? ഡിനോമിനേറ്റർ നമുക്ക് എന്തിലോട്ടൊക്കെ മാറ്റാം? 10ലോട്ടോ 100ലോട്ടോ 1000 അങ്ങനെ നമ്മൾ 10ൻ്റെ പവേഴ്സിലോട്ട് ആരെ മാറ്റിയെടുക്കുക? ഡിനോമിനേറ്ററിനെ മാറ്റിയെടുക്കുക. അപ്പോൾ ഇവിടെ എത്രയാണ് കിടക്കുന്നത്? 5/5 ഇവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതിനെ ഇനി എന്താണ് 10ൻ്റെ പവേഴ്സിലോട്ട് മാറ്റാൻ ഒരു 5ന് ഒരു 2 വേണം. ദാറ്റ് മീൻസ് എങ്ങനെ വരും? ആ 5 × 2 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 10 കിട്ടും. അപ്പോൾ എത്ര 5s ഉണ്ടോ അത്രയും 2സും വേണം അവിടെ. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 10ൻ്റെ പവേഴ്സ് ആയിട്ട് കിട്ടുന്നത്. ഇവിടെ നോക്കിക്കേ, 5/5 ഇവിടെ ഉണ്ട്. എത്ര 2s വേണം ഇനി ഇവിടെ 10 × 10 × 10 ഫോം വരാൻ? ഒരു 5ന് ഒരു 2 എന്ന കണക്കിന് ഇവിടെ 5 5 ഉണ്ട്. അപ്പോൾ എത്ര 2ഉം വേണം? 5 2ഉം വേണം അല്ലേ? അപ്പോൾ 5/5 ഇവിടെ ഉണ്ട് എങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? നമുക്ക് 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 5/5നെ സെയിം പവർ അല്ലേ 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോ 5ഉം 2ഉം ഓരോ പെയറായിട്ട് വന്ന് അത് 10 × 10 × 10 ഫോമിലാവും. അപ്പോൾ 10 പ്രാവശ്യം 10 എടുക്കുന്ന ഇത് കിട്ടും. അപ്പോൾ ഇതെങ്ങനെ വരും? ഇപ്പോൾ ഡിനോമിനേറ്ററിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതിയോ? പോരാ, ന്യൂമറേറ്ററിനെ എന്ത് ചെയ്യുക? 2/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു 13 × 2/5 എത്രയാണ് ചെയ്ത് വെച്ചിട്ടുണ്ട്? 32 അല്ലേ? 2 × 2 എന്ന് 5 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. 32. ഡിനോമിനേറ്ററിൽ നമുക്ക് എന്ത് വരും? 5 × 2 10 വരും. എത്ര പ്രാവശ്യം? 5 ടൈംസ് അല്ലേ? ദിസ് ഈസ് 10/5 ആണ് അവിടെ വരുന്നത്. 13 × 32 ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 416 കിട്ടും. ഡിവൈഡഡ് ബൈ 10/5 മീൻസ് 1ഉം എത്ര സീറോസും വേണം? 5 സീറോസും വേണം അല്ലേ? 1 1 2 3 4 5 5 സീറോസും വേണം. ഓക്കെ, ഇനി ഇതിനെ എന്തിലോട്ട് മാറ്റിയാൽ മതി? ഡെസിമലായിട്ട് എക്സ്പാൻഡ് ചെയ്താൽ മതി. അപ്പോൾ നോക്കിക്കേ, ഇവിടെ എങ്ങനെ എഴുതാം? നമുക്ക് 416 ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് അല്ലേ? 1 2 3 4 5 സീറോസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക മീൻസ് എത്ര പ്രാവശ്യം ബാക്കിലോട്ട് വരിക? 5 പൊസിഷൻ ബാക്കിലോട്ട് വരിക അല്ലേ? 1 2 3 4 5 ഇപ്പോഴാണല്ലോ 5 പൊസിഷൻ ആയത്. ദാറ്റ് മീൻസ് നമ്മുടെ നമ്പർ എത്ര വരും? 0.00416 ആണ് നമ്മുടെ ഏത് നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ? 13 divided by 3125 എന്ന റാഷണൽ നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. ഓക്കെ, 17/8 ആയിരുന്നു. 8ൻ്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമുക്കറിയാം. എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? അതിനെ 2/3 ആയിട്ട് എക്സ്പ്രസ് ചെയ്യാം. എത്ര പ്രാവശ്യം 2 വരുന്നുണ്ട്? 3 ടൈംസ് വരുന്നുണ്ട്. അപ്പോൾ 10ൻ്റെ പവേഴ്സിലോട്ട് മാറ്റാൻ അത്രയും ടൈംസ് 5 കൂടെ വേണമല്ലോ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ഇൻറ്റു
ഇപ്പോൾ 2 ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു ഞാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എവിടെ മാത്രം ചെയ്താൽ മതിയോ? പോരാ, ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇറ്റ് ഈസ് 17 ഇൻറ്റു 5 5 ഇൻറ്റു 5 ഇൻറ്റു 5 125. 125 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5 10. പവർ എത്ര വരും? ഈ വരുന്ന 3 തന്നെ പവറായിട്ട് വരും. ഇനി എന്താ ചെയ്യേണ്ടത്? 125ഉം 17ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 125ഉം 17ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2125 ആണ് കിട്ടുന്നത്. 2125. 10⁻³ മീൻസ് 1ഉം 3 zeros. ഓക്കെ, നമ്പർ ഓക്കെ ആയി. അപ്പോൾ ഇതിന് 3 പ്ലേസ് ലെഫ്റ്റിലോട്ട് മാറി നമ്മൾ പോയിന്റ് കൊടുക്കുക. 2125 1 2 3 3 പ്ലേസ് മാറുമ്പോൾ എന്ത് വരും? 2.125 ആയിരിക്കും നമ്മുടെ 17/8 എന്ന നമ്പറിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. 15/1600. അതിനെന്ത് ചെയ്തു? 15നെ 3 ഇൻറ്റു 5 ആയിട്ട് എഴുതി. 1600നെ ചെയ്തപ്പോൾ 2⁻6 ഇൻറ്റു 5 സ്ക്വയർ കിട്ടി. ഒരു 5 ക്യാൻസൽ ചെയ്ത് പോയിട്ട് 3 ഡിവൈഡഡ് ബൈ 2⁻6 ഇൻറ്റു 5 ഫോമിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കിക്കേ. ഒരു 2ന് ഒരു 5 ഇവിടെ ഉണ്ട് ഓൾറെഡി. എത്ര 2 ഉണ്ട്? 2⁻6 ആണ്. 6 2s ആണുള്ളത്. അപ്പോൾ 6 2 ഉണ്ടെങ്കിൽ 6 5ഉം വരണം. ഒരു 5 ഇവിടെ ഉണ്ട്. അപ്പോൾ ഇനി എത്ര 5 വേണം? 5 5ഉം കൂടി വരണം അല്ലേ? അപ്പോൾ ഇവിടെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 5. അപ്പോൾ ഇത് രണ്ടും കൂടി എന്തായിക്കോളും? 5⁻6 ആയിക്കോളും. മുകളിലും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഈ 5⁻5 കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 5⁻5. നമ്മൾ നേരത്തെ കണ്ടു 5⁻5 എത്രയാണ്? 3125. അപ്പോൾ ഇതെന്ത് വരും? 3125 വരും. ഡിവൈഡഡ് ബൈ 2⁻6ഉം ഇപ്പോൾ 5⁻6 ആയല്ലോ. ഇവിടെ 5 ഇൻറ്റു 5⁻5 5⁻6 ആയി. അപ്പോൾ എന്ത് വരും? 10⁻6 വരും. 3125 ഇൻറ്റു 3 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര വരും? 9375 വരും. ഡിവൈഡഡ് ബൈ ഹൗ മെനി സീറോസ്? 10⁻6 ആണല്ലേ? 6 zeros. 1 2 3 4 5 6. അപ്പോൾ 6 പൊസിഷൻ ലെഫ്റ്റിലോട്ട് മാറുക. 9 3 7 5 1 2 3 4 5 6. ഇവിടെ ആൻസർ എന്ത് കിട്ടും? 0.009375 എന്ന് കിട്ടും. അപ്പോൾ ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ 23 ഡിവൈഡഡ് ബൈ 2⁻3 ഇൻറ്റു 5 സ്ക്വയർ ആണ്. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ 2⁻3 ഉണ്ട്, 5⁻2 ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ 5⁻3ഉം 2⁻3ഉം ആണ് വരേണ്ടത്. പവേഴ്സ് സെയിം ആക്കണം. അപ്പോൾ ഒരു 5ൻ്റെ കുറവും കൂടിയുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഒരു 5 കൊണ്ടിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 23 ഇൻറ്റു 5 എത്ര കിട്ടും? 115 കിട്ടും. ദാറ്റ് ഈസ് 115 ഡിവൈഡഡ് ബൈ 2⁻3 ഇൻറ്റു എന്താവും ഇത്? 2⁻3 ഇൻറ്റു 5⁻3 ആയല്ലോ. വിച്ച് ഈസ് ഈക്വൽ ടു 150 ഡിവൈഡഡ് ബൈ എന്ത് വരും? 2 ഇൻറ്റു 5 10 10⁻3 വിച്ച് ഈസ് ഈക്വൽ ടു 115 ഡിവൈഡഡ് ബൈ 1 2 3 3 zeros. എത്ര പ്രാവശ്യം ബാക്കിലോട്ട് പോവുക? 3 പ്രാവശ്യം പോവുക അല്ലേ? 1 2 3 1 2 3 മാറിയിട്ട് 0.115 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടുക. അടുത്ത് നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ 6/15. 6/15 കോമൺ ഫാക്ടർ ആയിട്ടുള്ള 3 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും. ബാക്കി എന്താ കിട്ടിയത്? 2/5 കിട്ടും. അപ്പോൾ ഒരു 5 ഉള്ളൂ താഴെ. അപ്പോൾ എന്ത് മതി? ഒരു 2 മതി. അപ്പോൾ ആ 2 കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു 4/10 ഇസ് ഈക്വൽ ടു 0.4. ഒരു പ്ലേസ് മാറിയാൽ ഇതിലോ 0.4 is the decimal expansion of 6/15. Next one 35/50. എന്ത് ചെയ്തു? 5 കോമൺ ഫാക്ടർ ആയിട്ട് വന്നു, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്ത് വന്നു? 7/10 വന്നു. 7/10 കിട്ടിയാൽ എന്ത് മതി? 10ൻ്റെ പവർ ആണല്ലോ 10⁻1. ഇറ്റ് ഈസ് ഈക്വൽ ടു 0.7. ഒരു പ്ലേസ് മതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യേണ്ടത് എന്താ? ഡിനോമിനേറ്റർ നോക്കുക. ഡിനോമിനേറ്ററിൽ എന്താണ് 2ൻ്റെ പവേഴ്സും 5ൻ്റെ പവേഴ്സും ഈക്വൽ ആയിരിക്കണം. ഇതിലേതെങ്കിലും ഇല്ല എങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 2 കൊണ്ടോ 5 കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുക. എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ ഫോളോയിങ് റിയൽ നമ്പേഴ്സ് have decimal expansions as given below. In each case, decide whether they are rational or not. If they are rational and of the form p/q,
വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ക്യൂ? ഇപ്പോൾ തന്നിട്ടുള്ളത് റിയൽ നമ്പേഴ്സാണ്, റാഷണൽ ആണെന്നോ ഇല്ല ഇററാഷണൽ ആണെന്നോ പറയുന്നില്ല. എന്ത് ചെയ്യുക, നമ്മൾ ഇതിൻ്റെ ഡെസിമൽ എക്സ്പാൻഷൻ നോക്കിയിട്ട് ഡിസൈഡ് ചെയ്യുക ഇത് റാഷണൽ ആണോ ഇററാഷണൽ ആണോ എന്ന് ഡിസൈഡ് ചെയ്യുക. The following real numbers have decimal expansions as given below. In each case, decide whether they are rational or not. If they are rational and of the form p by q, what can you say about the prime factors of q? അപ്പോൾ ഇത് റാഷണൽ ആണോ അല്ലയോ എന്ന് ആദ്യം ഡിസൈഡ് ചെയ്യാം. റാഷണൽ ആണ് എങ്കിൽ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റുന്നതിൻ്റെ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് ക്യൂ ഏത് ഫോം ആയിരിക്കുമെന്ന്. ദാറ്റ് ഈസ് എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നതാണ് എങ്കിൽ 2, 5 അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് വരാം ഫാക്ടേഴ്സ് ആയിട്ട്. അല്ല ടെർമിനേറ്റ് ചെയ്യുന്നതല്ല റിപ്പീറ്റ് ചെയ്യുന്നതാണ് എങ്കിൽ എങ്ങനെ പറയാം, നമുക്ക് ഈ 2ഉം 5ഉം കൂടാണ്ട് ഒരാളെങ്കിലും അറ്റ്ലീസ്റ്റ് വേറൊരു ഫാക്ടറായിട്ട് ഉണ്ടാവും എന്ന് നമുക്ക് പറയാം. ഓക്കെ, അത് തന്നെയാണ് ഈ ക്വസ്റ്റ്യനിൻ്റെ ആൻസർ ആയിട്ടും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 43.1 2 3 4 5 6 7 8 9. അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, ടെർമിനേറ്റ് ചെയ്യുന്നുണ്ട്. ടെർമിനേറ്റ് ചെയ്യുകയാണ് എങ്കിൽ എന്താണ്, നമ്മൾ പി ബൈ ക്യൂ ഫോമിൽ എഴുതുമ്പോൾ അതിൻ്റെ ക്യൂ എന്ന് പറയുന്ന ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെ വരും? 2 വരാം, 5 വരാം, അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് വരാം അല്ലേ. ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ക്യൂ വിൽ ബി എയ്തർ 2 or 5 or both only. എങ്ങനെയൊക്കെ ആയിരിക്കും? ഒന്നുകിൽ 2 അല്ലെങ്കിൽ 5 അല്ലെങ്കിൽ രണ്ടുപേരും മാത്രമേ വരാവൂ അല്ലേ. ഒന്നുകിൽ 2 മാത്രം വരിക, അല്ലെങ്കിൽ 5 മാത്രം വരിക, അല്ലെങ്കിൽ രണ്ടുപേരും ചേർന്ന് അവർ മാത്രം വരിക. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ഡെസിമൽ എക്സ്പാൻഷൻ എന്ത് ചെയ്യുന്നത്, ടെർമിനേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ ആൻസർ എങ്ങനെ പറയും? ഇറ്റ്സ് എ റാഷണൽ നമ്പർ ആൻഡ് ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ക്യൂ വിൽ ബി എയ്തർ 2 or 5 or both only. വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇല്ല. Second question 0.120 1200 12000 etc etc etc. ഇതെന്താണ്? ടെർമിനേറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ ഇങ്ങനെ എക്സെട്ര എക്സെട്ര എന്ന് കിടപ്പുണ്ട്, ടെർമിനേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ എന്ത് പറയാം? ടെർമിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഫസ്റ്റ് ബ്ലോക്ക് വരുന്നത് 120, പിന്നെ വരുന്നതോ 120 അല്ല 1200 ആണ്, പിന്നെ വരുന്നത് 12,000. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ എന്തില്ല, ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് പറയാം ക്ലിയർലി ഇറ്റ്സ് ആൻ ഇറാഷണൽ നമ്പർ. നോൺ ടെർമിനേറ്റിംഗ് ആണ്, നോൺ റിപ്പീറ്റിംഗ് ആണ്. ഓക്കെ, ദെൻ തേർഡ് ക്വസ്റ്റ്യൻ 43.123456789 ബാർ. എന്താ ബാറിൻ്റെ മീനിങ് എന്താണ്? ഇത്രയും നമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, റെക്കറിങ് യൂണിറ്റ് ആണ് അല്ലേ. ഇത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നോൺ ടെർമിനേറ്റിംഗ് ആണ് ബട്ട് റിപ്പീറ്റിംഗ് ആണ്. ഇപ്പം നോൺ ടെർമിനേറ്റിംഗ് വന്നാൽ അതിൻ്റെ മീനിങ് എന്തായിരിക്കും? ഡിനോമിനേറ്ററിൽ 2ഉം 5ഉം കൂടാതെ അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഫാക്ടറായിട്ട് ഉണ്ടായിരിക്കും അല്ലേ. ദ പ്രൈം ഫാക്ടേഴ്സ് ഓഫ് ക്യൂ വിൽ ഹാവ് എന്താ മോർ ദാൻ അറ്റ്ലീസ്റ്റ് 1 ഫാക്ടർ അതർ ദാൻ 2 or 5. 2ഓ 5ഓ കൂടാണ്ട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഇതിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് ക്വസ്റ്റ്യൻ ആയാലും ഡിനോമിനേറ്ററിൻ്റെ ഫാക്ടേഴ്സിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഇവിടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത ടെക്സ്റ്റ് ബുക്ക് എക്സസൈസും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള പോളിനോമിയൽസ് ആണ്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ പോളിനോമിയൽസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.